ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി സെക്കൻഡ് ടേമിനൽ എക്സാമിനേഷൻ ഡിസംബർ 2022 കെമിസ്ട്രി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ്ങിൻ്റെ പാർട്ട് 2 വീഡിയോയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആൻസർ എനി ക്വസ്റ്റ്യൻസ് ഫ്രം 16 to 25. ഈച്ച് ക്യാരീസ് 3 scores. അപ്പോൾ ഈ സെക്ഷനിൽ നിന്നും 24 മാർക്ക് നേടാം. 16ാമത്തെ ചോദ്യം ഇതാണ്. Write the number of significant figures in the following. First one 0.0052. ഇതിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് രണ്ടാണ്. അതായത് the zeros coming left to the first non-zero digit after a decimal point are not significant. ഇവിടെ നോക്കൂ, 0 എന്നിട്ട് ഡെസിമൽ പോയിന്റിന് ശേഷം 00 കഴിഞ്ഞിട്ട് രണ്ട് നോൺ സീറോ ഡിജിറ്റ്സ് വന്നു 5 2. അങ്ങനെ വരികയാണെങ്കിൽ ഡെസിമലിനു ശേഷം നോൺ സീറോ ഡിജിറ്റിൻ്റെ ഇടയിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഇവിടെയുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് രണ്ടാണ്. ആ 5 2 മാത്രമേ സിഗ്നിഫിക്കൻ്റ് ഉള്ളൂ. അതിൽ ബി ക്വസ്റ്റ്യൻ 126000. ഇവിടെയുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 3 കാരണം ദ സീറോസ് കമ്മിങ് അറ്റ് ദ എൻഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് വിത്തൗട്ട് ഡെസിമൽ പോയിന്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അതായത് ഒരു മാഗ്നിറ്റ്യൂഡിൽ ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ലാതെ നോൺ സീറോ ഡിജിറ്റിനു ശേഷം വരുന്ന സീറോസ് നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അങ്ങനെ നോക്കിയാൽ ഇവിടെയുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 3. അങ്ങനെയാണെങ്കിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അതിൻ്റെ റൂൾസ് ഒന്നും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓൾ നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ് ഇൻ എ മാഗ്നിറ്റ്യൂഡ്. നമുക്ക് തരുന്ന മാഗ്നിറ്റ്യൂഡിലെ എല്ലാ നോൺ സീറോ ഡിജിറ്റ്സും സിഗ്നിഫിക്കൻ്റ് ആണ്. എക്സാമ്പിൾ 34.62. ഇതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം 4. രണ്ടാമത്തെ റൂള് ഓൾ സീറോസ് കമ്മിങ് ബിറ്റ്വീൻ 2 നോൺ സീറോ ഡിജിറ്റ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. 2 നോൺ സീറോ ഡിജിറ്റ്സിൻ്റെ ഇടയിൽ വരുന്ന എല്ലാ സീറോകളും സിഗ്നിഫിക്കൻ്റ് ആണ്. എക്സാമ്പിൾ 2002. ഇതിലെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം 5. മൂന്നാമത്തെ റൂളാണ് ദ സീറോസ് coming at the end of a magnitude without decimal point are not significant. അതായത് ഡെസിമൽ പോയിന്റ് ഒന്നും കൂടാതെ വരുന്ന നോൺ സീറോ ഡിജിറ്റിന് ശേഷം വരുന്ന സീറോകളെല്ലാം നോൺ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ 4000 അതിലുള്ള നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 4. അതുപോലെ നിങ്ങളുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ എക്സാമ്പിൾ 126000. ഇതിലെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 3. കാരണം എന്താണ്? ഡെസിമലൊന്നും കൂടാതെ വരുന്ന നോൺ സീറോ ഡിജിറ്റിന് ശേഷം വരുന്ന സീറോകളെല്ലാം നോട്ട് സിഗ്നിഫിക്കൻ്റ് ആണ്. നാലാമത്തെ റൂളാണ് ദ സീറോസ് കമ്മിങ് അറ്റ് ദ എൻഡ് ഓഫ് എ മാഗ്നിറ്റ്യൂഡ് ആഫ്റ്റർ എ ഡെസിമൽ പോയിന്റ് ആർ സിഗ്നിഫിക്കൻ്റ്. ഒരു നോൺ സീറോ ഡിജിറ്റ്, അതിനുശേഷം ഡെസിമല്, പിന്നീട് സീറോകൾ വരികയാണ്. അങ്ങനെയാണെങ്കിൽ ആ സീറോകൾ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ മുകളിൽ 4000 പറഞ്ഞതിൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം 1 ആണെങ്കിൽ 4.00 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം 4. അതായത് ഡെസിമലിന് ശേഷം വരുന്ന സീറോകൾ സിഗ്നിഫിക്കൻ്റ് ആണ്. അഞ്ചാമത്തെ റൂള് ദ സീറോസ് കമ്മിങ് ലെഫ്റ്റ് ടു ദ ഫസ്റ്റ് നോൺ സീറോ ഡിജിറ്റ് ആഫ്റ്റർ എ ഡെസിമൽ പോയിന്റ് ആർ നോട്ട് സിഗ്നിഫിക്കൻറ്റ്. അതായത് ഒരു ഡെസിമൽ പോയിന്റ്, അതിനുശേഷം സീറോകൾ, അതിനുശേഷം നോൺ സീറോ ഡിജിറ്റ് വന്നാൽ ആ സീറോകൾ സിഗ്നിഫിക്കൻ്റ് അല്ല. ഉദാഹരണം ഇവിടെ നോക്കൂ, ഡെസിമലിന് ശേഷം 0.0345 നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം 3. അവിടെ ഡെസിമലിന് ശേഷം വന്ന സീറോ എന്താണ്? നോട്ട് സിഗ്നിഫിക്കൻ്റ് ആണ്. ആറാമത്തെ റൂള് If a magnitude is expressed along the powers of 10, then
we need only consider the significant figure in the magnitude. ഇപ്പോൾ ഉദാഹരണം 34.3 ഇൻറ്റു 10⁻³ ആണെങ്കിൽ ഇതിലെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 34.4 ഉള്ള എണ്ണം 3 മാത്രം എഴുതിയാൽ മതി. പവറായ 10⁻³ എന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സായിട്ട് എഴുതേണ്ടതില്ല. ഇനി 16ാമത്തെ ചോദ്യത്തിലെ സബ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഹോമോജീനസ് ആൻഡ് ഹെറ്ററോജീനസ് മിക്സ്ചേഴ്സ്. ആദ്യം നമുക്ക് എന്താണ് ഹോമോജീനസ് മിക്സ്ചർ നോക്കാം. മിക്സ്ചേഴ്സ് ഹാവിങ് സെയിം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ആർ കാൾഡ് ഹോമോജീനസ് മിക്സ്ചർ. എക്സാമ്പിൾ എയർ. അതുപോലെ ഓൾ സൊല്യൂഷൻസ് ആർ ഹോമോജീനസ് മിക്സ്ചേഴ്സ്. While heterogeneous mixtures are mixtures having different composition at different parts. Here, the components do not completely mix with each other. Heterogeneous mixtures ഉദാഹരണമാണ് മഡി വാട്ടർ, സീ വാട്ടർ. ഇതൊക്കെ ഹെറ്ററോജീനസ് മിക്സ്ചേഴ്സിന് ഉദാഹരണങ്ങളാണ്. 17ാമത്തെ ചോദ്യം, a compound contains 4.07% hydrogen, 24.27% carbon and 71.65% chlorine. Its molar mass is 98.96 gram. What are its empirical and molecular formulas? അപ്പോൾ നമ്മൾ ഇതുപോലൊരു കോളം വരയ്ക്കുക. ആദ്യത്തേതിൽ എലമെൻറ്റ്സ് എഴുതുക. ഹൈഡ്രജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. രണ്ടാമത്തെ കോളത്തിൽ ആ തന്ന എലമെൻസിൻ്റെ പെർസെൻറ്റേജ് എഴുതുക. ഇവിടെ ആദ്യം എഴുതിയത് സി ആണ്. കാർബണിൻ്റെ പെർസെൻറ്റേജ് 24.27 രണ്ടാമത്തെ കോളത്തിൽ എഴുതി. ഹൈഡ്രജൻ എലമെൻറ്റ് ഹൈഡ്രജൻ അതിൻ്റെ പെർസെൻറ്റേജ് 4.07 അടുത്ത കോളത്തിൽ എഴുതുന്നു. ക്ലോറിൻ അതിൻ്റെ പെർസെൻറ്റേജ് 71.65% എഴുതി. മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ എഴുതുന്നത് ഇവയുടെ ഓരോന്നിൻ്റെയും ആറ്റോമിക മാസ്സാണ്. കാർബണിൻ്റെ ആറ്റോമിക മാസ് 12, ഹൈഡ്രജൻ്റെ ആറ്റോമിക മാസ് 1, ക്ലോറിൻ്റെ ആറ്റോമിക മാസ് 35.5 ആണ്. അടുത്ത കോളത്തിൽ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ ആറ്റോമിക മാസ് കാണുക. ഇപ്പോൾ പെർസെൻറ്റേജ് ആദ്യം നമ്മൾ കാർബണിൻ്റെ പെർസെൻറ്റേജ് കാണുന്നു. 24.27 ഡിവൈഡ് ബൈ ആറ്റോമിക മാസ് 12. അത് ചെയ്താൽ നമുക്ക് 2.02 ആൻസർ കിട്ടുന്നു. രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ ആറ്റോമിക മാസ് കാണുമ്പോൾ 4.07ഉം മൂന്നാമത്തെ കോളത്തിൽ ക്ലോറിൻ്റെ പെർസെൻറ്റേജ് ഡിവൈഡ് ബൈ ആറ്റോമിക മാസ് ചെയ്യുമ്പോൾ 2.02 കിട്ടുന്നു. ഇതിലെ ഏറ്റവും ലോവസ്റ്റ് നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുക. ലോവസ്റ്റ് നമ്പർ ഏതാ? 2.02, 4.07, 2.02ലെ ലോവസ്റ്റ് നമ്പർ 2.02. ഇതുകൊണ്ട് കിട്ടിയ എല്ലാ ആൻസേഴ്സിനെയും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, സിമ്പിൾ റേഷ്യോ ആക്കി മാറ്റുന്നു. അപ്പോൾ നമുക്ക് 2.02 ഡിവൈഡ് ബൈ 2.02 ചെയ്താൽ 1 ആണ് കാർബണിൻ്റെ സിമ്പിൾ റേഷ്യോ. അത് കഴിഞ്ഞിട്ട് ഹൈഡ്രജൻ്റെ നോക്കിയാൽ 4.07 ഡിവൈഡ് ബൈ 2.02 ചെയ്താൽ ഹൈഡ്രജൻ 2 ആണ് സിമ്പിൾ റേഷ്യോ. ക്ലോറിൻ്റെ നമുക്ക് കിട്ടിയത് 1 ആണ്. അപ്പോൾ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ക്ലോറിൻ്റെയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു 1:1. ഇതാണ് എംപിരിക്കൽ ഫോർമുലയാക്കി എഴുതേണ്ടത്, CH2Cl. അപ്പോൾ എംപിരിക്കൽ ഫോർമുല നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പിൽ എംപിരിക്കൽ ഫോർമുല മാസ് കാണണം. അതായത് ഓരോന്നിനെയും അതിൻ്റെ ആറ്റോമിക മാസ് വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ കാർബൺ ഒറ്റ കാർബൺ അല്ലേ ഉള്ളൂ, അപ്പോൾ കാർബൺ 12. അടുത്തത് ഹൈഡ്രജൻ്റെ കാർബണിൻ്റെ ആറ്റോമിക മാസാണ് 12, ഹൈഡ്രജൻ്റെ ആറ്റോമിക മാസ് 1. അങ്ങനെയുള്ള 2 എണ്ണം ഉണ്ട്, H2 അല്ലേ, അപ്പോൾ 1 × 2 എന്ന് പറഞ്ഞാൽ 2. അടുത്തത് ക്ലോറിൻ ഒറ്റ ക്ലോറിനാറ്റേ ഉള്ളൂ, അപ്പോൾ 35.5 ആണ് ക്ലോറിൻ്റെ ആറ്റോമിക മാസ്. ഇതെല്ലാം കൂടി കൂട്ടിയാൽ അതിൻ്റെ സമ്മാണ് എംപിരിക്കൽ ഫോർമുല മാസ് 49.5. ഇനി മോളാർ മാസ് തന്നിട്ടുണ്ട് 98.96. ഈ മോളാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ നമുക്ക്
ഓരോന്നിൻ്റെയും നമ്പർ കിട്ടും. അതായത് ഈ കോമ്പൗണ്ടിൽ കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ എത്രയാണ്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ക്ലോറിൻ ഉണ്ട് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ 2 എന്ന് കിട്ടിയില്ലേ. ഇനി മോളിക്കുലാർ ഫോർമുല എഴുതാൻ എന്ത് ചെയ്യുക, എംപിരിക്കൽ ഫോർമുല ഇൻറ്റു ഇപ്പോൾ കിട്ടിയ എൻ ഒഴിച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. CH2Cl ഇൻറ്റു 2 ചെയ്താൽ കാർബൺ 2, ഹൈഡ്രജൻ 4, ക്ലോറിൻ 2. 18ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഒബ്സർവേഷൻസ് മെയ്ഡ് ബൈ റുദർഫോർഡ് ഇൻ ദ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്? ആൻസറിൽ ഫസ്റ്റ് വൺ, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. Second observation, a small fraction of alpha particle was deflected by small angles. Third point, a very few alpha particles bounced back, that is, they were deflected nearly 180 degree. 19ാമത്തെ ചോദ്യം, draw the boundary surface diagram of 2px orbital. 2px ഓർബിറ്റലിൻ്റെ ബൗണ്ടറി സർഫസ് ഡയഗ്രം നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഇതിൽ ഇലക്ട്രോണുകളെ കാണാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഈ 2pxലെ എക്സ് ആക്സിസിലാണ്. അതാണ് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. അതാണ് ബൗണ്ടറി സർഫസ് ഡയഗ്രം. വൈ ആക്സിസിലായാലും സെഡ് ആക്സിസിലായാലും ഇലക്ട്രോണുകളെ കാണാനുള്ള സാധ്യത വളരെ കുറവാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, how many unpaired electrons are present in nitrogen atom and name the rule in determining it? Answer, there are 3 unpaired electrons in nitrogen atom. The rule behind this is Hahne's rule of maximum multiplicity. 20ാമത്തെ ചോദ്യം 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, ഡിഫൈൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ദ ഹീറ്റ് ചേഞ്ച് അല്ലെങ്കിൽ എൻതാൽപ്പി ചേഞ്ച് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഊർജ വ്യത്യാസം ആണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്ലോറിൻ ഹാസ് ഹൈ നെഗറ്റീവ് വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ദാൻ ഫ്ലൂറിൻ. എക്സ്പ്ലെയിൻ. അപ്പം അതിൻ്റെ കാരണം, വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ഫ്ലൂറിൻ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ സ്മോളർ സെക്കൻഡ് ഷെൽ. Due to smaller size, the electron suffers more repulsion from other electrons. ഇനി 21ാമത്തെ ചോദ്യം, വാട്ട് ഈസ് മെൻറ്റ് ബൈ ഡയഗണൽ റിലേഷൻഷിപ്പ്? എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ്? ദ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഷോൺ diagonally. The similarities in properties shown by the diagonally placed elements of the second and third period in the modern periodic table are called diagonal relationship. ഇനി അതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, the elements of second period in the periodic table show anomalous properties. Give reason. The anomalous properties are due to their small size, large charge to radius ratio, high electronegativity, and absence of vacant d orbitals. 22ാമത്തെ ചോദ്യം, റൈറ്റ് ദ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് VSEPR തിയറി. ഒന്നാമത്തേത്, ദ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് അറൗണ്ട് ദ സെൻട്രൽ ആറ്റം. സെൻട്രൽ ആറ്റത്തിൻ്റെ, അതായത് ഒരു കോമ്പൗണ്ടിൽ സെൻട്രൽ ആറ്റവും അതിൻ്റെ ചുറ്റും അത് ഷെയർ ചെയ്ത് നിൽക്കുന്ന ആറ്റങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ആ സെൻട്രൽ ആറ്റത്തിൻ്റെ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയറിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ മോളിക്യൂളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ദ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് അറൗണ്ട് ദ സെൻട്രൽ ആറ്റം. അപ്പോൾ നമ്മൾ PCl5 പറയുകയാണെങ്കിൽ
ഫോസ്ഫറസിൻ്റെ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും PCl5ൻ്റെ ഷേപ്പ്. അതാണ് VSEPR തിയറിയിലെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. രണ്ടാമത്തത്, ദ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് റിപ്പൽ ഈച്ച് അതർ. ടു റെഡ്യൂസ് റിപ്പൽഷൻ, the electron pairs stay at maximum distance. Presence of lone pair of electron causes distortion in the expected geometry of the molecule. The repulsion between two lone pairs of electron is different from those between two bond pairs or between a lone pair or bond pair. The repulsion decreases in the order lone pair. ഏറ്റവും കൂടുതൽ റിപ്പൾസീവ് ഫോഴ്സ് ഉള്ളത് ഈ ലോൺ പെയർ റിപ്പൾഷനാണ്. അതിനേക്കാളും കുറവാണ് ബോണ്ട് പെയർ റിപ്പൾഷൻ. അതിനേക്കാൾ ഇത്തിരി കൂടി കുറവാണ് ബോണ്ട് പെയർ റിപ്പൾഷൻ. As the angle between the electron pairs increases, the repulsion decreases. 23ാമത്തെ ചോദ്യം, ഡിഫൈൻ ലാറ്റിസ് എൻതാൽപ്പി. രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന്, ഡിഫൈൻ ലാറ്റിസ് എൻതാൽപ്പി. അതിൻ്റെ ഡെഫിനിഷൻ, ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് വൺ മോൾ ഓഫ് ദ സോളിഡ് അയണിക് കോമ്പൗണ്ട് ഇൻ ടു ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് gaseous ions is known as lattice enthalpy. ഇതിൽ സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. The resultant dipole moment of ammonia is greater than that of nitrogen fluoride in spite of the higher electronegativity of fluorinator. Explain. ഇത് വിശദമായി നമുക്ക് ഒന്ന് കേട്ട് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്, among ammonia and nitrogen fluoride, which one has more dipole moment? അപ്പോൾ ആ രണ്ട് ചിത്രങ്ങളും നന്നായിട്ട് ശ്രദ്ധിക്കുക. അമോണിയയിൽ നൈട്രജൻ സെൻറ്ററിൽ, പിന്നെ ഹൈഡ്രജൻ്റെ 3 പെയറുകളും ഒരു ലോൺ പെയറും, അതായത് 3 ബോണ്ട് പെയറുണ്ട്, ഒരു ലോൺ പെയറുമാണ് അമോണിയയിലുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞു ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് എന്ന് പറഞ്ഞു. നൈട്രജനെക്കാട്ടിലും ഇവിടെ നൈട്രജൻ നെഗറ്റീവും ഹൈഡ്രജൻ പോസിറ്റീവുമാണ്. അപ്പോൾ ഹൈഡ്രജൻ, പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജനിൽ നിന്നും ഡൈപോൾ മൊമെൻറ്റ് നെഗറ്റീവ് ചാർജുള്ള നൈട്രജനിലേക്കാണ്. ആ മൂന്നിൻ്റെയും ഡയറക്ഷൻ നോക്കുക, മുകളിലേക്ക്, നൈട്രജനിലേക്ക്. ഇനി നൈട്രജനും ലോൺ പെയർ അല്ലെങ്കിൽ ഈ ഷെല്ലും കൂടി കമ്പയർ ചെയ്താൽ ഷെല്ലിലല്ലേ ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ. അപ്പോൾ ഈ ഷെല്ലിനാണ് നെഗറ്റീവ് ചാർജ് കൂടുതൽ. അപ്പോൾ നൈട്രജനും ഈ ലോൺ പെയറും തമ്മിലുള്ള ഡൈപോൾ മൊമെൻറ്റ് നോക്കിയാൽ മുകളിലേക്കാണ്. പോസിറ്റീവ് നൈട്രജനും ഈ ലോൺ പെയർ നെഗറ്റീവുമായിട്ടെടുത്താൽ അതും മുകളിലേക്കാണ്. അപ്പം എല്ലാ ഡൈപോളിൻ്റെയും ഡയറക്ഷൻ മുകളിലേക്കാണ്. അതുകൊണ്ട് നമുക്ക് എന്തു പറയാം, ഇവിടെ അമോണിയയിലെ ഡൈപോൾ മൊമെൻറ്റ് വളരെ കൂടുതലാണ് എന്ന് പറയാം. ഞാൻ എഴുതിയതൊന്ന് വായിക്കാം. ദ മൂവ്മെൻറ്റ് ഓഫ് ഡൈപോൾ, അമോണിയ മോളിക്യൂളിൻ്റെ കാര്യം പറയണേ. ദ മൂവ്മെൻറ്റ് ഓഫ് ഡൈപോൾ ഈസ് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഹിയർ ഇൻ അമോണിയ from the direction of the direction of dipole is from hydrogen to nitrogen. എന്താ പറഞ്ഞത്, അമോണിയ മോളിക്യൂളിൽ ഡൈപോൾ മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ ഹൈഡ്രജനിൽ നിന്നും നൈട്രജനിലേക്കാണ്. രണ്ടാമത്തെ പോയിന്റ്, ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾ ഫ്രം നൈട്രജൻ ടു ഓർബിറ്റ് ഈസ് ഫ്രം നൈട്രജൻ ടു ഓർബിറ്റ്, മുകളിലേക്ക്. ദാറ്റ് ഈസ് ഓൾ ഡയറക്ഷൻസ് ആർ ടു എബവ്. സോ ഇൻ അമോണിയ ദ ഡൈപോൾ മൊമെൻറ്റ് ഈസ് വെരി ഹൈ. അമോണിയയുടെ കാര്യം മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുകയാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് NF3 ആണ്. ഫ്ലൂറിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെൻ്റ് പീരിയോഡിക് ടേബിളിൽ തന്നെ. അപ്പോൾ നൈട്രജനും ഫ്ലൂറിനും കൂടി തമ്മിൽ കമ്പയർ ചെയ്താൽ
ഫ്ലൂറിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതൽ. അപ്പോൾ ഡൈപോളിൻ്റെ ഡയറക്ഷൻ സെൻട്രലിലുള്ള നൈട്രജനിൽ നിന്നും ടിപ്പുകളിലുള്ള അല്ലെങ്കിൽ പോളുകളിലുള്ള ഫ്ലൂറിനിലേക്കാണ്. എന്നാൽ ലോൺ പെയറിൻ്റെ ഭാഗത്ത് നോക്കിയേക്കൂ, ലോൺ പെയറിലാണ് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുതൽ. അപ്പോൾ അവിടെ മാത്രം മുകളിലേക്കുമായിരിക്കും. അപ്പം ഇനി ആ തന്ന നോട്ട്സ്, അതായത് ഡൈപോളിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായതുകൊണ്ട് ഡൈപോൾ മൂവ്മെൻറ്റ് അമോണിയേക്കാളിലും കുറവായിരിക്കും NF3-ൽ. ഞാൻ എഴുതിയത് വായിക്കാം. ഇൻ NF3 ദ ഡയറക്ഷൻ ഓഫ് ഡൈപോൾസ് ആർ ഓപ്പോസിറ്റ്. കാരണം because fluorine is more electronegative than nitrogen. So, a dipole moment is less than in ammonia. 24ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ബോണ്ട് ഓർഡർ ഓഫ് എ മോളിക്യൂൾ? ഒരു മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോണ്ട് ഓർഡർ is defined as the half of the difference between the bonding electrons, അതായത് NB, and the number of anti-bonding electrons, Na. Bond order is defined as half of the difference between the number of bonding electrons and the number of anti-bonding electrons in a molecule. അല്ലെങ്കിൽ bond order equal to half NB minus Na. NB എന്താണ്? ബോണ്ടിങ് ഇലക്ട്രോൺസ്, Na ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ്. Or it is the number of bonds between two atoms in a molecule. The second question, how the bond order of a diatomic covalent molecule is related to its bond length? അതിൻ്റെ ഉത്തരം, as the bond order increases, bond length decreases. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. Third question, calculate the bond order of F2 molecule. F2 മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഫ്ലൂറിൻ്റെ ആറ്റോമിക നമ്പർ അറിയണം. ഫ്ലൂറിൻ്റെ ആറ്റോമിക നമ്പർ 9 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക 1s2 2s2 2p5. ഇതുപോലുള്ള മറ്റൊരു ഫ്ലൂറിൻ ആറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p5. അതായത് രണ്ട് ഫ്ലൂറിൻ ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരാൻ പോവുകയാണ്. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടാവും? ഫ്ലൂറിൻ മോളിക്യൂളിലാവുമ്പോൾ 9 + 9 18 ഇലക്ട്രോണുകൾ ഉണ്ടാവും. ഇനി നമ്മൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണ്, മോളിക്യുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ σ1s2 σ*1s2 σ2s2 σ*2s2 σ2pz2 π2px2 π2py2 π*2px2 π*2py2 ഇങ്ങനെ ഉണ്ടാവും. ഇതിൽ നിന്ന് നമ്മൾ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുകയാണ്. ബോണ്ട് ഓർഡർ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് NB മൈനസ് Na. ഇതിൽ നമ്പർ ഓഫ് ബോണ്ടിങ് ഓർബിറ്റൽസ്, ബോണ്ടിങ് ഇലക്ട്രോൺസ് 10, ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് 8. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? 2/2 എന്ന് കിട്ടും. = 1 ആണ് എന്ത്? ബോണ്ട് ഓർഡർ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ, ഡീറ്റെയിൽഡ് സ്ട്രക്ചറായിട്ട് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലൂറിൻ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ സ്ട്രക്ചർ എന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് ആ ചിത്രത്തിൽ ഏറ്റവും താഴെയായിട്ട് ആറ്റോമിക് ഓർബിറ്റൽ എന്ന് എഴുതിയത് കാണാം. ഇടതുവശത്ത് ഒരു ഫ്ലൂറിൻ ആറ്റം, വലതുവശത്ത് മറ്റൊരു ഫ്ലൂറിൻ ആറ്റം. രണ്ടിൻ്റെയും 1s-ൽ 2 ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പോസിറ്റ് സ്പിന്നിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് 2s നോക്കിയാൽ 2s2 ആണല്ലേ. ഒരു ഫ്ലൂറിനാറ്റത്തിൽ 2s-ൽ 2 ഇലക്ട്രോൺ, അടുത്ത ഫ്ലൂറിനാറ്റത്തിലും 2s-ൽ 2 ഇലക്ട്രോൺ. ഇവയിലെ ഓരോ ഇലക്ട്രോണുകൾ ചേർന്നിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടും, മറ്റ് 2 ഇലക്ട്രോണിൽ ചേർന്ന് ആൻറ്റി ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നു. പിന്നെ 2py-ൽ നോക്കിയാൽ 5 ഇലക്ട്രോണുകളാണുള്ളത് അല്ലേ. ടോട്ടൽ 2px2 2py2 2pz1. അങ്ങനെ അടുത്ത ഫ്ലൂറിനാറ്റത്തിലും 5 ഇലക്ട്രോണുകളുണ്ട്. ഇവ തമ്മിൽ ഇൻ്റർമിക്സ് ചെയ്തിട്ട് ആണ് എന്തൊക്കെ ഉണ്ടാകുന്നത്?
2p x2, അതുപോലെ 2p സ്റ്റാർ x2, 2p y2, 2p സ്റ്റാർ y2. ഇസഡിൽ മാത്രം എന്താണ്, ഒരു ഭാഗത്ത് 2 ഇലക്ട്രോൺ, മറ്റേതിൽ ഇലക്ട്രോണുകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്തില്ല, അൺപെയർഡായ ഇലക്ട്രോണുകളൊന്നും ഫ്ലൂറിൻ്റെ കേസിൽ ഇല്ല. അപ്പം ഇതാണ് മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് F2 നമ്മൾ എഴുതിയതിൽ നിന്നും ബോണ്ട് ഓർഡർ 1 ആണ് ഫ്ലൂറിൻ്റെ കേസിൽ വരുന്നത്.